നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുട്ടിക്കാലം മുതലേ കണ്ടു വളർന്നു കാണലെന്ന് കരുതി സ്വാതന്ത്ര്യം അനുഭവിച്ചു വന്നപ്പോ നിനക്ക് എന്ത് കാണിക്കാനായോ? നീ എടുത്തുകൊടുത്തിരിക്കുന്നതേ ആരുടെ സാരിയാണെന്നറിയോ? അതിന്റെ വില എന്താണെന്നറിയോ? ആരുടെ സാരിയാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇതെടുത്തുകൊടുത്തത്. പിന്നെ വിലയുടെ കാര്യം, ഇത് വീട്ടിലെടുത്തുകൊടുത്ത് പാഴാക്കാൻ കൊള്ളാത്ത അത്രയും കോസ്റ്റ്ലി ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാനല്ലേ ശരത്തേട്ടാ ഇതെടുത്തുകൊടുത്തേ. ശരത്തേട്ടനെ ഇതൊന്ന് കാണിക്കണമെന്നും എനിക്ക് ദേവിയായി മാറാൻ പറ്റുമെന്നും ശരത്തേട്ടനെ ബോധ്യപ്പെടുത്തണം. അത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഒന്ന് നിർത്തുന്നുണ്ടോ നീ? ദേവിയുടെ സാരി ഉടുത്ത് അവളുടെ ആഭരണങ്ങൾ അണിഞ്ഞ് നിനക്ക് ദേവിയായി മാറാൻ പറ്റുന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് നിന്റെ സ്വപ്നം മാത്രമായിരിക്കും. എന്റെ മനസ്സില് ദേവിയുടെ സ്ഥാനം എന്താണെന്ന് നിനക്കറിയാം. മനസ്സിലായിട്ടില്ലേ? അത് മനസ്സിലാവാത്ത ഒരു പെണ്ണിനും എന്നെ മനസ്സിലാക്കാനും ആവില്ല. ഒരു കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയുക, മേലിൽ ഇത്തരം വേഷം കെട്ടുമായിട്ട് എന്റെ മുന്നിലേക്ക് വന്നേക്കരുത്. ഓ മുന്നിന്ന്. ദേഷ്യപ്പെടല്ലേ അച്ഛാ? മുമ്പേ കളിക്ക്. അച്ഛൻ കുറച്ചു ഞാൻ അങ്ങോട്ട് വരാം. ചെല്ലു മോനെ, മോൻ പോയി കളിക്കും. അത് പോട്ടെ മോനെ, അവൾ എന്തെങ്കിലും പൊട്ടത്തരം കാണിച്ചെന്ന് കരുതി. ഇതാണോ പൊട്ടത്തരം? ഇത് മനഃപൂർവ്വം ചെയ്തതാ. സ്വാതന്ത്ര്യം കൊടുക്കുന്നതനുസരിച്ച് എന്തു ആകാന്നാണോ അവള് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അത് വിടു മോനെ, നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന കുട്ടിയല്ലേ. ദേഷ്യപ്പെട്ട് അവളുടെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടുണ്ടോ? നീ പോയ കാര്യം എന്തായി? നീ ഒന്ന് ശാന്തനാകെ ശരത്തെ. ചോദിച്ചതിന് ഉത്തരം പറ. വല്ലതും നടന്നോ? ആ, സാറിനെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത്ര തന്നെ. അതല്ല, സുന്ദരിയോട് ഞാൻ പറഞ്ഞ കാര്യം നീ സംസാരിച്ചോ? ദേ അമ്മേ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഇനി സംസാരിക്കണ്ട, കേട്ടല്ലോ? ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോനെ. എങ്കിൽ പിന്നെ കേക്ക് മുറിച്ചാലോ? ഓക്കെ. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഇനി കത്തിക്കാം.
ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഡിയർ ബേബി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. ഹാപ്പി ബർത്ത്ഡേ മോളെ. നിന്റെ അമ്മയെ കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്. ആണോടെ ചക്കരെ? ഈ സാരി മോൾക്ക് നന്നായി ചേരുന്നുണ്ട്. എന്റെ ശരത്തേട്ടൻ ഒരു 100 കടയിൽ കയറി ഇറങ്ങി വാങ്ങിക്കൊണ്ട് വന്നതാ. അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഈ സാരി ഉടുക്കുന്നത് എന്റെ അടുത്ത വിശേഷത്തിനെ ഉടുക്കൂ. അടുത്ത വിശേഷമോ? അതൊരു സസ്പെൻസാ. ബർത്ത്ഡേ ദിവസം സസ്പെൻസ് വെക്കാൻ പാടില്ലെന്നാ. പറ, എന്താ വിശേഷം? ഇനി ഞാൻ ഈ സാരി ഉടുക്കുന്നതേ നമ്മുടെ മോളുടെ 1ാം പിറന്നാളിനായിരിക്കും. അതുവരെ ഈ സാരി ആഭരണങ്ങളും ഞാൻ എടുക്കാതെ നമ്മുടെ അലമാരയിൽ സൂക്ഷിച്ചു വെക്കാം. അന്ന് ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞ് ദേവി മടക്കി സൂക്ഷിച്ചു വെച്ചതാ ഈ സാരി. ഞങ്ങൾക്ക് പിറക്കാൻ പോകുന്നത് ഒരു മകളായിരിക്കുമെന്ന് ദേവി വിശ്വസിച്ചിരുന്നു. ഒരു അനിയത്തിക്കുട്ടിയെ വേണമെന്ന് ആദ്യം എപ്പോഴും പറയുമായിരുന്നു. പിറക്കാൻ പോകുന്ന ഞങ്ങളുടെ മകളുടെ 1ാം പിറന്നാളിന് മാത്രമേ ഈ സാരി ഉടുക്കുള്ളൂന്നും പറഞ്ഞ ദേവി അത് മടക്കി അലമാരി വെച്ചത്. പിന്നെ ഇത് ഉടുക്കാനുള്ള യോഗം ദേവിക്കുണ്ടായില്ല. അവളും പിറക്കാനിരുന്ന മകളും ഒരുമിച്ച് അങ്ങ് പോയി. ഇത് കാണുമ്പോഴൊക്കെ അമ്മയ്ക്ക് വലിയ വിഷമോ. സ്വന്തം മകളല്ലേ, ആ അമ്മയ്ക്ക് സങ്കടപ്പെടാതിരിക്കാൻ കഴിയും. അമ്മ പറയും ഇനി ഇതൊക്കെ ഒരു സ്മാരകം പോലെ സൂക്ഷിച്ചു വെക്കരുതെന്ന്. എല്ലായിടത്ത് കണ്ണത്തത്ത് എവിടെയെങ്കിലും മാറ്റിവെക്കണമെന്ന്. എന്നാലേ എന്റെ മനസ്സിൽ ദേവിയോടുള്ള ഇഷ്ടം കുറഞ്ഞ് വേറൊരു വിവാഹത്തിന് സമ്മതിക്കണമെന്നാ അമ്മ പറയുന്നത്. അലമാരയിൽ നിന്ന് ദേവിയെക്കുറിച്ചുള്ള ഓർമ്മകൾ എടുത്തു മാറ്റാൻ പറ്റുമായിരിക്കും.